ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ഒനിയൻ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പുമാവൊക്കെ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. സ്ഥിരം ഒരേ പാറ്റേണിൽ കഴിച്ച് നമ്മൾ മടുത്തിരിക്കുമായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ടേസ്റ്റൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഉപ്പുമാവ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയേക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബെൻസി റവ ഉപ്പുമാവാണ്. ഇത് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള റവയാണ്. ഇത് ഗോതമ്പ് കൊണ്ട് ഉള്ള റവയാണ്. അപ്പോൾ ഒത്തിരി ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കിച്ചൺ ട്രഷേഴ്സിൻ്റെയൊക്കെ റവ ഇതുപോലെ പാക്കറ്റായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ കടകളിലും മാവേലി സ്റ്റോറിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ മേടിക്കാം. ഇത് കൂടുതലായിട്ടും സൗത്ത് ഇന്ത്യൻസിൽ, തമിഴ്നാട്, വേറെ സ്റ്റേറ്റിലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അധികം അങ്ങ് യൂസ് ചെയ്ത് വരുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ നമ്മൾ സാധാരണ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ അതിൽ ചേർക്കാറുണ്ട്. അതുപോലെ ഇതിലും ഒത്തിരി വെജിറ്റബിൾസ് ചേർക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ എടുത്തേക്കുന്നത് സവാള, ക്യാരറ്റ്, ബീൻസ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ചൂട് കട്ടിയുള്ള നല്ലൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഈ ഒരു സൈസിൽ അരിയുന്നതായിരിക്കും കൂടുതലും നല്ലത്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇളക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒത്തിരി കുക്കായിട്ട് പോകണ്ട, ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വെജിറ്റബിൾസ് ഒന്നും ഒത്തിരി കുക്കായിട്ട് പോകുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ റവയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഇനി അടുത്തത് വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. നമ്മളിവിടെ 2 വലിയ ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഒത്തിരി ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് ഇതിലേക്ക്. ഇത് വഴണ്ടി വരുന്ന ആ ഒരു ടൈമിൽ ഇത് ലോ ഫ്ലെയിമിലിടാം. നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ബെൻസി റവ ഒന്ന് കുതിർത്തെടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും സാധാ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതിക്കായാലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അതൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവ് ഒത്തിരി കുഴഞ്ഞു പോയെന്നൊന്നും വരില്ല. അപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടും. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. നമ്മൾ ആ റവ ഒരു പാത്രത്തിലിട്ടിട്ട് അതിൽ കറക്റ്റ് മുങ്ങിക്കെടുക്കാവുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. റവ നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക്. ഒത്തിരി വെള്ളം ഒഴിച്ച് കളയേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിലേക്ക് ഇട്ടാലും മതിയാവും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം. ഇനി അത് ഇത് ഒത്തിരി ടൈം ഒന്നും മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. അപ്പം തന്നെ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഇനി നമ്മൾ ആ കുതിർത്തെടുത്തേക്കുന്ന റവ നമ്മുടെ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ചേച്ച് വെച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ഒത്തിരി കട്ടയായിട്ട് വരുമെന്ന്. പക്ഷേ ഒത്തിരി കട്ടയായിട്ടൊന്നും വരില്ല. കറക്റ്റ് സൈസിൽ വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഓർക്കും ഒത്തിരി കുഴഞ്ഞ പോലെയൊക്കെ ആയി പോവുമായിരിക്കും എന്ന് ഓർക്കും. ഇത് ബാച്ചിലേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി, ഒത്തിരി ഡ്രൈ ആയിപ്പോയി അല്ലെങ്കിൽ കുഴഞ്ഞു പോയി എന്നുള്ള ഒരു പ്രോബ്ലം വരാറുണ്ടല്ലോ. ഈ രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും പ്രശ്നം വരത്തില്ല. കറക്റ്റ് സൈസിൽ വെന്ത് വരും. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഫുള്ള് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം എല്ലാ സ്ഥലത്തേക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് നമുക്കിത് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ
ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ടൈമും കൂടെ ഒരു 5 മിനിറ്റും കൂടെ, അപ്പോൾ ടോട്ടൽ ഒരു 10 മിനിറ്റ് നേരം മൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പരുവത്തിൽ ഇത് നമുക്ക് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ടൈമും കൂടി നമ്മളിത് മൂടി വയ്ക്കുന്നുണ്ട്. നന്നായിട്ട് രണ്ടാമത് തുറന്നു കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ടൈം മൂടി വെച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉപ്പുമാവിൻ്റെ ഓരോ തരികൾ ഒന്നുമ്പോൾ തൊടാത്ത രീതിക്ക് നല്ലോണം ഡ്രൈ ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതിനൊരു ലൈറ്റ് യെല്ലോയിഷ് കളറും കൂടെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ചെറിയ മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. കൂടുതലായിട്ട് ഇത് തമിഴ്നാട് ആ ഒരു സൈഡിലേക്കൊക്കെയാണെന്ന് തോന്നുന്നു, അവരാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സ്ഥിരം സാധാ റവ വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി മടുത്തിരിക്കുകയല്ലേ, അപ്പോൾ ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ നമ്മുടെ താഴെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.